കുറച്ച് നാൾ മുമ്പ് തിരുവനന്തപുരത്തെ ഒരു മെഗാ തിരുവാതിര അങ്ങനെ എന്തോ ഒരു സംഭവം ഒരു അമ്പലത്തിൽ വെച്ച് നടക്കുകയാണ്. ഒരു ഡ്രൈവറുടെ ഒരു ഭാര്യ, അയാളുടെ ഭാര്യയും അവിടെ പിന്നെ ഇതുപോലെ ഈ തിരുവാതിര സംഘത്തിൻ്റെ കൂടെയുണ്ട്. എന്തോ ഡാൻസ് എന്തോ ആണ്, ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെയുള്ള ഒരു വീട് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീട്ടിൽ പോയിട്ട് ഇവരെല്ലാം വസ്ത്രം മാറുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ ഓടി വന്ന് പറയുകയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് വസ്ത്രം മാറിയത് ആരൊക്കെയാണെന്ന്. അപ്പോൾ പറഞ്ഞതാ ഇവരൊക്കെയാണ് മാറിയത് എന്ന് പറയുകയും അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ മകളുടെ മാലയോ വളയോ എന്തോ ഒന്നും കാണുന്നില്ല എന്ന്. അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ, ഓടി ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആ ഒരു സ്ത്രീയെ എല്ലാവരും സംശയം പറയുകയാണ്. അവസാനം ആ സ്ത്രീയെ പോലീസ് കൊണ്ട് ചോദ്യം ചെയ്തു എനിക്ക് തോന്നുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാകെ വിഷമത്തിലായിരുന്നു. 2 ആൺപിള്ളേരാണ് ഉള്ളത്, ഭർത്താവാണെങ്കിൽ ഒരു ഡ്രൈവറാണ്. ഇവർ ഈ അത്യാവശ്യം ജോലിക്കൊക്കെ പോയിട്ടാണ് ഈ കുടുംബം കഴിയുന്നത്. ഏതായാലും ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പാട്ടായി, അവൾ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാകുക. പക്ഷെ ആ സ്ത്രീ എല്ലാവരോടും പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല, അതായത് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല, ഞാൻ അവിടെ ഡ്രസ്സ് മാറാൻ പോയി എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷെ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറയുകയും ഇതാരും വിശ്വസിച്ചതുമില്ല. അവരെ കള്ളനാക്കുകയും ചെയ്തു. ആ സ്ത്രീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങിയിട്ടും അവർക്കൊരു നീതി കിട്ടിയിട്ടില്ല. അവരുടെ ആ ഒരു എടുത്തു എന്ന് പറയുന്ന സ്വർണ്ണം എവിടെയാണ് പോയത് എന്നറിയില്ല. ഇതെന്ന് പറയുന്ന ഒരാളെ കാണാതെ എല്ലാവരും കൂടിയിട്ട് അങ്ങ് അവരുടെ തലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. അവരങ്ങ് പോയിട്ട് മരിക്കുകയും ചെയ്തു. അതേ സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കാസർഗോഡ് നടന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വർണം കട്ടെടുത്തു എന്ന് പറയുന്ന പഹയൻ ഈ സ്ത്രീയുടെ കുറച്ച് സ്വർണ്ണങ്ങൾ അടിച്ചുമാറ്റിയെന്നും കൂടി പറയുന്നുണ്ട് ഇപ്പോഴേ. അതായത് ഇവരുടെ വളയെന്തോ വാങ്ങിച്ചെന്നോ അത് ഇവനും കാമുകിയും കൂടി പോയിട്ട് വേറെ എവിടെയോ കൊണ്ടുപോയിട്ട് റൂം എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നോ. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭർത്താവിൻ്റെ വീട്ടുകാരും ഇവനും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വിവരങ്ങളാണ് വരുന്നത്. സംഭവം അതൊന്നുമല്ല. കാസർഗോഡ് യുവതിക്ക് ഈ യുവാവിനെ പരിചയമുണ്ട്. ഇവരൊരുമിച്ചെന്തോ പഠിച്ചതാണ്. ഇപ്പോഴങ്ങനെയാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തന് പോലും എൻ്റെ പൊന്നു മക്കളെ നമ്മളെ സ്വർണ്ണോ അല്ലെങ്കിൽ പണമോ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഭർത്താവ് ഗൾഫിലാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അയച്ചു കൊടുക്കുന്ന പണം ഞാൻ നാളെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടല്ലേ ചില പഹയന്മാർ വാങ്ങിക്കാറുണ്ട്. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒന്നിച്ചു പഠിച്ച സഹപാഠി സ്നേഹം തന്നെയായിരിക്കും. പക്ഷെ അവൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു 10-20 കൊല്ലം കൊണ്ട് അവനൊരു ശരിക്കും ഒരു ക്രിമിനലായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതങ്ങ് ഊരി കൊടുത്തപ്പോഴേ അവർ പിന്നെ തിരിച്ച് ചോദിച്ചപ്പോഴേ എൻ്റെ വീട്ടിലെ സ്വർണ്ണം നീയല്ലേ എടുത്തുകൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഒരു കാര്യമാണ് ചോദിച്ചത്. ആ സ്ത്രീ അതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല. അവരുടെ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും ഇതിനിടയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് വളരെ സങ്കടകരമായ ഒരു വീഡിയോ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഇവറ്റകളെ മുഴുവൻ, അതായത് ഇതിന് കാരണക്കാരായ ഭർത്താവിൻ്റെ വീട്ടുകാരെയും മറ്റേവരെയും മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ഉള്ളിലിടേണ്ട കേസാണ്. പിടിച്ച് ജാമ്യം വരെ കൊടുക്കരുത്, പിടിച്ച് ഉള്ളിലിട്ടേക്കണമായിരുന്നു. ഇവിടെ അതല്ലല്ലോ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവർക്കറിയാം എങ്ങനെയായാലും നമ്മൾ പുറത്തു വരും. ആ ഒരു ധൈര്യവും അഹങ്കാരത്തിലുമാണ് ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതായത് ഒരു 10 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുത്തനെ മരണത്തിലേക്ക് തള്ളിയിടാൻ കഴിയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ. അതിപ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പഴയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാവരെയും സംശയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു 10 ആൾക്കാർ ഇതാ അവൻ കള്ളനാണെന്ന് പറഞ്ഞാൽ മതി, അവൻ പോയിട്ട് മരിക്കുകയും ചെയ്യും, എന്നാൽ ഇവർക്ക് ആ ഒരു സുഖാവുകയും ചെയ്യും. ഇവർക്ക് വലിയ കേസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അങ്ങനെ രക്ഷപ്പെടും. ഇത് ശരിക്കും പറഞ്ഞൊരു കൊലപാതകമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് ഉത്തരവാദികളായ എല്ലാവരെയും പിടിച്ച് ഉള്ളിലിടുവാവേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും നടക്കൂല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കാണുന്ന ഒരു കാര്യം മാത്രമാണ്. ഇവിടെ അത് നടക്കൂല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു സ്വഭാവമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോഴും പുതിയ സംഭവം വന്നപ്പോൾ ആ പഴയ സംഭവം എല്ലാവരും അങ്ങ് വിട്ടു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴാ ബിൽഡിങ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണുകൊണ്ട് അത് ഇന്നലെ കുറച്ച് ചർച്ചയായി. ഏതായാലും ഇന്ന് ആ ചർച്ചയൊക്കെ നോക്കുമ്പോഴാണ് ആ വെയിറ്റിലേലായി സംഭവം വന്നത്. അതുകൊണ്ട് എല്ലാവരും ഇനി അതിൻ്റെ പുറകെ പോയി. ഇനി ഒരാഴ്ച അതിൻ്റെ പുറകിലായിരിക്കും. അതിൻ്റെ പുറകെ പോയിട്ട് ഇനി അത് തിന്നിട്ട് ഇങ്ങനെ മടുക്കുമ്പോഴേ അടുത്ത എന്തെങ്കിലും വരും. അതാണ് ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികൾ. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെങ്ങനെ എന്താ പറയേണ്ടത്, ദുരന്തങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, ഇപ്പോഴും പഴയ പോലെ ഒരുത്തം മരിച്ചു കഴിഞ്ഞാൽ വരെ ഒരു സങ്കടം ഒരു ദുഃഖമോ അല്ലെങ്കിൽ ഒന്നുമില്ല. അതങ്ങനെ എന്താ വെച്ചാൽ ഈ പിന്നെ എന്താ പറയുക മറ്റേ പൂച്ച മത്തിത്തല കടിച്ചു കൊണ്ടുപോയ പോലെയാണ് ഇപ്പോഴായിരുന്നു. ഒരു ബലിയില്ല, മനുഷ്യജീവൻ ഒരു ബലിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏത് വഴിയിലാണോ പിന്നെ എന്താ പറയുക എൻ്റെ ജീവൻ പോകുന്നത് പറയാനും പറ്റൂല. റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ വണ്ടിക്കാർ കൊണ്ടുപോകും. അതേപോലെയാണ് നമ്മുടെ സ്ഥിതി ഇപ്പോഴേ. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ അങ്ങനെ ശിക്ഷ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജയിലിൽ ഒരു 5-8 വേറെയും പണിയേണ്ടി വരും. ഇനി
കാരണം എന്താ വെച്ചാൽ ഉള്ള ജയിലിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീറ്റില്ല എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കുങ്ങൾ, ജയിലിൽ സീറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ആൾ എന്തിനാണ് ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത്? ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്, ഇതൊന്നും നടക്കൂലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആരായാലും പതറിപ്പോവാർന്ന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് സംഭവിച്ചത് കൃത്യമായിട്ട് ആ കൂട്ടുകാരനെ വിശ്വസിച്ചു പോയി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഗൾഫിൽ ഭർത്താവാണ്, അപ്പോൾ ഇവിടെ കൂട്ടുകാരന് സ്വർണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവന് കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്നെ ചതിച്ചതാണെന്നും പറഞ്ഞാൽ അയാൾ വിശ്വസിക്കത്തില്ല. അയാൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അയാൾ പറയും നീ എന്തിനാണ് കൊടുത്തതെന്ന് പറയും. എന്നാൽ നല്ല വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ വിശ്വസിക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇങ്ങനെയുള്ള ആളെ അടുപ്പിക്കരുത്. ഇതും ഒരു കണക്കിനെന്ന് പറഞ്ഞാൽ ഒരു ആൺ സുഹൃത്തിൻ്റെ ഒരു കെണി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് അവനൊരു കെണി വെച്ചതാണ്. അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവൻ ഈ സ്ത്രീയോട് എന്തോ കാര്യത്തിന് കുറച്ച് സ്വർണം വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ അത് തിരിച്ചു ചോദിക്കുന്നു. തിരിച്ചു ചോദിക്കുന്നതിന് മുമ്പേ നീയല്ലേ ഇവിടുത്തെ സ്വർണം കൊണ്ടുപോയത് എന്നുള്ളൊരു കള്ളക്കഥ ഉണ്ടാക്കുന്നു. അങ്ങനെ അത് ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാവരും ഏറ്റുപിടിക്കുന്നു. പിന്നീട് നമ്മളെ മോന് വേറെ പെണ്ണിനെ കെട്ടിക്കാൻ, കാരണം ഇവളെ കൊണ്ടൊരു ബില്ലേ കൊണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇനി ഒഴിവാക്കേണ്ട ഒരു നല്ലൊരു കാര്യം കിട്ടിയിട്ടാ. ഇപ്പോഴും ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ഒത്തുകളിയായിരിക്കും ഇത്. അതായത് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും ഇവരെല്ലാം കൂടി തമ്മിലുള്ള ഒത്തുകളിയാകാനും മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലും നല്ലൊരു ഇതിൽ വേറെ ഇല്ലല്ലോ. ഇങ്ങനെയൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ മരിക്കൊന്നും വേണ്ടല്ലോ. പിന്നെ പറഞ്ഞാൽ പോരെ ഓൾ ഇന്ന കേസ് പട്ടിയാന്ന്, അതുകൊണ്ട് അങ്ങ് ഒഴിവാക്കുന്നത് പറഞ്ഞാൽ പോരെ. അപ്പം അങ്ങനെയും കുറേ ഇത് വരാം. നമ്മൾ നോക്കുമ്പോഴെന്താ അയ്യോ ഇതിങ്ങനെ മരിച്ചു പോയതാണ് നമ്മൾ കാണുമ്പോഴേ. പക്ഷേ ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ചതിയും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിലൊന്നും പോയിട്ട് ഒരാളും പോയി പെടരുത്. അതായത് ആര് ചോദിച്ചു കഴിഞ്ഞാലും ഇന്നത്തെ കാലത്ത് എൻ്റെ മക്കളെ ഒരു 10 പൈസ ഒരാൾക്ക് കടം പോലും കൊടുക്കരുത്. അതായത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കോ, വേണമെങ്കിൽ ഇതാ എൻ്റെ ഇയാളോട് വിളിച്ച് ചോദിച്ചോ, നിങ്ങൾ അങ്ങനെ പറയുക. സ്ത്രീകൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് കടം കൊടുക്കരുത്. അതുപോലെ തന്നെ ആണുങ്ങളോട് ഒരിക്കലും സ്ത്രീകൾ കടം വാങ്ങിക്കരുത്. കാരണം എന്താ വെച്ചാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടിമയായി. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ഞാൻ മൊത്തത്തിൽ തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ വേർതിരിക്കാനൊന്നുമില്ല. എല്ലാവരും ഇത് തന്നെയാണ് പരിപാടി. സ്ത്രീകൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊടുക്കുവായിരുന്നു ഏതവനും. അതായത് പൈസ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഏടുന്നെങ്കിലും മേടിച്ചിട്ട് കൊടുക്കുവായിരുന്നു, അങ്ങനെയാണ്. എന്നാൽ ചില സ്ത്രീകളാണെങ്കിൽ ഏതെങ്കിലും ആണുങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതുപോലെ എടുത്ത് കൊടുക്കുവായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ പല ആൾക്കാരും മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു, ഇതല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. ഇതിൻ്റെ പുറകിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അറിയാതെ ചെയ്ത ചില കാര്യങ്ങൾ, അവർക്ക് കൊടുത്ത സാമ്പത്തികങ്ങൾ, ഇത് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകൾ. എന്തിനധികം പറയുന്നത്, സ്ത്രീകൾ തന്നെ, സ്ത്രീകൾക്ക് അയൽവാസിയായ ഒരു സ്ത്രീ അവർക്ക് ലോൺ അടക്കാൻ വേണ്ടി പൈസയില്ല, ജപ്തിയാകുമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ ഭർത്താവ് വരുമ്പോഴേക്കും ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് സ്വർണം കൊണ്ട് കൊടുത്തിട്ട് അത് മുഴുവൻ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് പിന്നെ അവർ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലല്ലോ, നീ വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നീട് ജീവൻ ഒടുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇതൊക്കെ പാഠമാണ്, നമ്മൾ പഠിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുന്ന അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരുത്തനെ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട. 10 പൈസ അങ്ങനെ കടവും കൊടുക്കണ്ട. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കൊടുക്കുമ്പോഴായാലും നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം തിരിച്ചു കിട്ടുന്നില്ല ഒരു ഇതുമില്ല. പണ്ടത്തെ പോലെയൊന്നുമല്ല, ജനങ്ങളെല്ലാം മനസ്സ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ബൈ, ഇതൊന്ന് ഷെയർ ചെയ്തോ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ.